2009 ഓഗസ്റ്റ് മാസം തൻ്റെ ഓഫീസിലിരുന്ന് തിരക്കിട്ട് ഫയലുകൾ പരിശോധിക്കുകയാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗോർഡൻ ബ്രൗൺ. പെട്ടെന്ന് സാമാന്യ വലിപ്പമുള്ള ഒരു ഫയലിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉടക്കി. അദ്ദേഹം അതെടുത്ത് പരിശോധിച്ചു. ഒരപേക്ഷയും അതിന് താഴെയായി 30,000-ലധികം ആളുകൾ ഒപ്പിട്ടിരിക്കുന്നതുമാണ് ആ ഫയലിൽ അദ്ദേഹം കണ്ടത്. കൗതുകത്തോടെ ആ അപേക്ഷ എടുത്ത് അദ്ദേഹം വായിച്ചു. അലൻ ട്യൂറിംഗ് എന്ന വ്യക്തിയോട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ചെയ്ത ക്രൂരതകൾക്ക് ഗവൺമെൻറ് ബ്രിട്ടനിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നതായിരുന്നു ആ അപേക്ഷയിലെ ആവശ്യം. ഗോർഡൻ ബ്രൗൺ ഉടൻ തന്നെ തൻ്റെ കീഴുദ്യോഗസ്ഥരെ വിളിച്ച് ഫയൽ കൈമാറുകയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് ചെയ്യാനും ഉത്തരവിട്ടു. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അവർ റിപ്പോർട്ട് നൽകി. അതിന് പ്രകാരം 2009 സെപ്റ്റംബർ 9 ബ്രൗൺ ഒരു പ്രസ്താവന പുറത്തിറക്കി. അതിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ആയിരക്കണക്കിന് ആളുകളാണ് അലൻ ട്യൂറിങ്ങിന് നീതി കിട്ടുന്നതിനായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ചികിത്സിച്ച രീതി അങ്ങേയറ്റം ക്രൂരവും നിന്ദ്യവുമായിരുന്നെന്ന് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അക്കാലത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹം കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം അർഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ സമയത്തെ പിന്നോട്ട് ചലിപ്പിക്കാൻ നമുക്കാവില്ലല്ലോ. അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് നിരുപാധികം മാപ്പപേക്ഷിക്കുന്നു. ഇതായിരുന്നു ആ പ്രസ്താവന. ആരായിരുന്നു അലൻ ട്യൂറിംഗ്? എന്തായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തോട് ചെയ്ത ക്രൂരത? ആ കഥയാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു. സ്റ്റോറി ഫോർ യുയിലേക്ക് ഏവർക്കും സ്വാഗതം. 1912 ജനിച്ച ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയിരുന്നു അലൻ ട്യൂറിംഗ്. യഥാർത്ഥത്തിൽ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് എന്ന് പറയാൻ മാത്രം ഇന്ന് കാണുന്നത് പോലെയുള്ള കമ്പ്യൂട്ടറുകളൊന്നും അന്നില്ല. നമ്മുടെ ഇപ്പോഴുള്ള പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകളുടെ ആദ്യ രൂപമായ ട്യൂറിംഗ് മെഷീൻ കണ്ടുപിടിച്ചതും പ്രോഗ്രാമിങ്ങിന് ആവശ്യമായ തരത്തിൽ അൽഗോരിതങ്ങളെ രൂപപ്പെടുത്തിയതും അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം ബ്രിട്ടന് മേൽ ജർമ്മനി തുടരെ ആക്രമണങ്ങൾ അയച്ചു വിട്ടുകൊണ്ടിരുന്നു. ജർമ്മനിയുടെ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച മെസ്സേജുകൾ എല്ലാം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം ചോർത്തുന്നുണ്ടായിരുന്നെങ്കിലും അതെല്ലാം രഹസ്യ സന്ദേശങ്ങളായി കോഡ് ചെയ്യപ്പെട്ടവയായിരുന്നു. അതൊന്നും ബ്രേക്ക് ചെയ്യാൻ ബ്രിട്ടന് സാധിക്കാതിരുന്നതിനാൽ ജർമ്മനി നിർണായക വിജയങ്ങൾ നേടിക്കൊണ്ടിരുന്നു. കോഡ് ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ളവരെ കണ്ടെത്താൻ ശ്രമം നടത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഒടുവിൽ ട്യൂറിങ്ങിനെ ആ സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്തു. അന്നു മുതൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ജർമ്മനിയുടെ കോഡുകൾ വളരെ എളുപ്പത്തിൽ തന്നെ ബ്രേക്ക് ചെയ്ത ട്യൂറിങ്ങിൻ്റെ ടീം പ്രധാനപ്പെട്ട വിവരങ്ങൾ ബ്രിട്ടന് കൈമാറുകയും ജർമ്മനിയുടെ മുന്നേറ്റങ്ങൾ തടയപ്പെടുകയും ചെയ്തു. അങ്ങനെ രാജ്യത്തെയും ജനങ്ങളെയും വലിയൊരു വിപത്തിൽ നിന്നാണ് ട്യൂറിംഗ് രക്ഷപ്പെടുത്തിയത്. തൻ്റെ 29-ാം വയസ്സിൽ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകയായിരുന്ന ജോവാൻ ക്ലാർക്ക് എന്ന യുവതിയെ വിവാഹം കഴിച്ചു. എന്നാൽ അധികം താമസിയാതെ ട്യൂറിംഗ് ആ വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറി. അദ്ദേഹത്തിന് ആ വിവാഹബന്ധം തുടരാൻ കഴിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ഒരു ഹോമോസെക്ഷൽ, അതായത് സ്വവർഗാനുരാഗിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഒരു തെരുവിലൂടെ നടക്കുകയായിരുന്നു. തനിക്കെതിരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അയാളോട് എന്തോ ഒരു താല്പര്യം തോന്നിയ ട്യൂറിംഗ് അയാളെ പരിചയപ്പെട്ട് സംസാരിച്ചു. അർണോൾഡ് മുറേ എന്ന ഒരു 19-കാരനായിരുന്നു അത്. മുറേയും ഒരു ഹോമോസെക്ഷൽ ആയിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അവർ പെട്ടെന്ന് തന്നെ വളരെ അടുക്കുകയും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയും ചെയ്തു. ജീവിതം സുഗമമായി മുന്നോട്ട് പോയി. എന്നാൽ 1952 ജനുവരി 23 അന്നു മുതൽ ട്യൂറിങ്ങിൻ്റെ ജീവിതത്തിൽ തകർച്ച ആരംഭിച്ചു. ട്യൂറിങ്ങും മുറയും താമസിച്ചിരുന്ന വീട്ടിൽ അന്ന് മുറേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയായി. പെട്ടെന്ന് മുറിയിലെ ഇരുട്ടിൽ ഒരാൾ പതുങ്ങി നിൽക്കുന്നതായി മുറയ്ക്ക് തോന്നി. ആരാണത്? മുറ ഉറക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ട് മുന്നോട്ട് ചെന്നു. പെട്ടെന്ന് ഒരാൾ മുറിയിൽ നിന്ന് ചാടിയിറങ്ങി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അയാളുടെ മുഖം മുറ വ്യക്തമായി കണ്ടിരുന്നു. മുറി പരിശോധിച്ച മുറയ്ക്ക് അവിടെ മോഷണം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ട്യൂറിങ്ങിനെയും വിവരം അറിയിച്ച് അവർ പോലീസിൽ ഈ മോഷണ വിവരം റിപ്പോർട്ട് ചെയ്തു. പോലീസ് എത്തി അന്വേഷണവും ആരംഭിച്ചു. പക്ഷേ ചോദ്യം ചെയ്യലിനിടയിൽ ട്യൂറിങ്ങും മുറയും ഹോമോസെക്ഷൽ ആണെന്ന് മനസ്സിലാക്കിയ പോലീസ് അവർക്കെതിരെയും കേസ് ചാർജ് ചെയ്തു. അക്കാലത്തെ ബ്രിട്ടനിലെ നിയമം ഹോമോസെക്ഷുവാലിറ്റിയെ ഒരു കുറ്റകൃത്യമായിട്ടാണ് കണ്ടിരുന്നത്. കേസ് മുന്നോട്ട് പോയി. കോടതി ഇരുവരെയും ശിക്ഷിച്ചു. ശിക്ഷാവിധിയിൽ ട്യൂറിങ്ങിന് 2 ഓപ്ഷനുകൾ നൽകിയിരുന്നു. ഒന്നുകിൽ ആജീവനാന്ത ജയിലിൽ പോവുക, അല്ലെങ്കിൽ ഒരു ഹോർമോൺ ചികിത്സയ്ക്ക് വിധേയനാവുക. ട്യൂറിംഗ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുത്തു. തുടർച്ചയായി 1 വർഷത്തിലധികം അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലിരുന്നു. പക്ഷേ പതുക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി മറ്റു മരുന്നുകളോടൊപ്പം സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഹോർമോണായ ഈസ്ട്രജനും കുത്തിവയ്ക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൽ ചെറിയ തോതിൽ ബ്രസ്റ്റ് വളർച്ചയ്ക്കും മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണമായി. മാത്രമല്ല, ഈ വിവരങ്ങൾ പുറത്തറിഞ്ഞതോടെ അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും അദ്ദേഹത്തെ വിലക്കുകയും അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ അത് സാരമായി ബാധിക്കുകയും ചെയ്തു. അദ്ദേഹം ശാരീരികമായും മാനസികമായും തളർന്നിരുന്നു. 1954 ജൂൺ 8 ട്യൂറിങ്ങിൻ്റെ വീട്ടുജോലിക്കാരൻ പതിവ് പോലെ മുറി വൃത്തിയാക്കുന്നതിനായി എത്തി. ട്യൂറിംഗ് അപ്പോൾ ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ബെഡിൽ അനക്കമില്ലാതെ കിടക്കുന്ന ട്യൂറിങ്ങിനെ കണ്ട് അയാൾക്ക് എന്തോ പന്തികേട് തോന്നി. അടുത്ത് ചെന്ന് പരിശോധിച്ച് അദ്ദേഹം ഞെട്ടിപ്പോയി. ട്യൂറിംഗ് മരിച്ചിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം വിവരം എല്ലാവരെയും അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ച ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. റിപ്പോർട്ട് വന്നു. മരണകാരണം സയനൈഡ് വിഷബാധയാണ്. ബോഡിക്കരികിൽ നിന്നും പകുതി കഴിച്ച ഒരു ആപ്പിൾ പോലീസിന് കിട്ടിയിരുന്നു. അത് പരിശോധനയ്ക്ക് അയക്കുക പോലും ചെയ്യാതെ ഇതൊരു ആത്മഹത്യയാണെന്നെഴുതി പോലീസ് കേസ് ക്ലോസ് ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പരാതികളുമായി എത്തി. ദിവസവും ആപ്പിൾ കഴിക്കുകയും എന്നാൽ അത് പൂർണ്ണമാക്കാതെ പകുതി മാത്രം കഴിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് രീതി മാത്രമാണെന്നും മരണകാരണം അതല്ല, മറിച്ച് ഗവൺമെൻറ് അദ്ദേഹത്തിന് മേൽ നടത്തിയ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ കൊണ്ടുണ്ടായതാണെന്നും അവർ വാദിച്ചു.
ഇതല്ലാതെ മൂന്നാമതൊരു സാധ്യത കൂടി ചിലർ മുന്നോട്ട് വെച്ചു. അതായത് കമ്പ്യൂട്ടർ സയൻസിൽ എന്നതുപോലെ തന്നെ കെമിസ്ട്രിയിലും താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഒരു പരീക്ഷണശാലയുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള സയനൈഡ് വാതകം ശ്വസിച്ചതാണ് ട്യൂറിങ്ങിൻ്റെ മരണകാരണമെന്ന് അവർ വിശ്വസിച്ചു. കാര്യം എന്തായാലും അദ്ദേഹം ഗവൺമെൻറ്റിന് ചെയ്ത മഹത്തായ സേവനങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഗവൺമെൻറ് അദ്ദേഹത്തിന് മേൽ അടിച്ചേൽപ്പിച്ച ക്രൂരമായ ശിക്ഷാരീതികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ശാസ്ത്രലോകത്തിന് ധാരാളം സംഭാവനകൾ നൽകേണ്ടിയിരുന്ന ആ യുവ മഹാപ്രതിഭ അങ്ങനെ തൻ്റെ 41-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന മറ്റ് സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്